നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു നാരായണീയം ക്ലാസ്. നമ്മളിപ്പോൾ 13ാമത്തെ ദശകമാണ് ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ 6 ശ്ലോകങ്ങളുടെ അർത്ഥം ഒരുമാതിരി നമ്മൾ മനസ്സിലാക്കി. ഇനി 7, 8, 9, 10 4 ശ്ലോകങ്ങൾ ഈ ദശകത്തിലുണ്ട്. അത് ഇന്ന് പൂർത്തിയാക്കാമെന്ന് കരുതുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. 13ാമത്തെ ദശകത്തിലെ 7ാമത്തെ ശ്ലോകമാണ്. ഭവശ്ചക്രജ്യോതിഷ്കണലവണ നിപാതേന വിദുദേ തതോ മായാചക്രേ വിദധഘനരോഷാന്ധമനസം ഗരിഷ്ഠാഭിർമുഷ്ടിപ്രഹൃതിഭിരഭിഘ്നമസുരം സ്വപാദാങ്കുഷ്ഠേന ശ്രവണപദമൂലേ നിരവധി. ഈ ശ്ലോകത്തിൽ പറയുന്നത്, അതായത് വരാഹമൂർത്തിയും ഹിരണ്യാക്ഷനും തമ്മിലുള്ള യുദ്ധം അങ്ങനെ സമുദ്രത്തിൻ്റെ അടിവശത്ത് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സമയത്ത് ഭൂമിദേവി അങ്ങനെ പേടിച്ച് വിറയ്ക്കുക. സമുദ്രത്തിൽ തന്നെ ഒരു സ്ഥലത്ത് ഭൂമിദേവിയെ ഉറപ്പിച്ച് ഇരുത്തിയിരിക്കുകയാണ്. എന്നിട്ടാണ് ഭഗവാൻ വരാഹമൂർത്തി ഹിരണ്യാക്ഷനുമായിട്ട് യുദ്ധത്തിന് പോകുന്നത്. ഇവിടെ തഥ മായാചക്രേ ഭവചക്ര ജ്യോതിഷ്കണ ലവ നിപാതേന ജ്യോതിഷ്കണലവ നിപാതേന വിദുദേ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അസുരൻ്റെ, അതായത് തഥ അപ്പോൾ അസുരൻ്റെ ആ മായാചക്രം, മായകളൊക്കെ അങ്ങയുടെ ചക്രത്തിൻ്റെ, അങ്ങയുടെ ചക്രം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ചക്രം എന്ന് പറഞ്ഞാൽ സുദർശന ചക്രം, ആ സുദർശന ചക്രത്തിൻ്റെ തീപ്പൊരികൾ കൊണ്ട് ആ മായയൊക്കെ അങ്ങോട്ട് മറന്നുപോയി. അപ്പം അസുരൻ ഹിരണ്യാക്ഷൻ ഭഗവാനെതിരെ മായ പ്രയോഗിക്കാൻ തുടങ്ങുകയാണ്. പക്ഷെ ആ മായാപ്രയോഗം ഒന്നും ഫലവത്തായില്ല. ഭഗവാന്റെ സുദർശന ചക്രത്തിൻ്റെ തീപ്പൊരികൾ കൊണ്ട് അതൊക്കെ നശിച്ചുപോയി. വിദധഘനരോഷാന്ത മനസ്സം, അതുകൊണ്ട് പരപ്പും പറന്നുപോയപ്പോൾ ശുണ്ഠി വന്നിട്ട് ആ വിവേകം അറ്റവനും തൻ്റെ ഇതൊക്കെ മറ്റവനുമായിട്ടുള്ള നന്നെ ഗരിഷ്ഠാഭി മുഷ്ടിപ്രഹൃതിഭി അഭിഘ്നന്തം അസുര, നന്നെ കനത്ത മുഷ്ടിപ്രഹാരങ്ങൾ. ഭഗവാന് അസലായിട്ട് ദേഷ്യം വന്നു അസുരൻ്റെ ആ മായാപ്രയോഗം കണ്ടപ്പോൾ. അതിനെയൊക്കെ നശിപ്പിച്ചു ചക്രത്തിൻ്റെ അഗ്നിസ്ഫുലിംഗങ്ങൾ. നന്നെ കനത്ത മുഷ്ടിപ്രഹരം കൊണ്ട് നന്നായി ഏൽപ്പിക്കുന്നവനായ അസുരനെ, ഹിരണ്യാക്ഷനെ അവിടുന്ന് നല്ല ഇടി വെച്ച് കൊടുത്തു. ഭഗവാൻ അങ്ങോട്ട് അസുരനെ മായ പ്രയോഗിച്ചതൊക്കെ നശിപ്പിച്ചു എന്ന് മാത്രമല്ല, അസലായിട്ട് ദേഹോപദ്രവവും ഏൽപ്പിച്ചു. അങ്ങനെയിട്ട് ഒടുക്കം എന്നിട്ട് ഒരുമാതിരി വേദനയൊക്കെ സഹിപ്പിച്ചതിന് ശേഷം, കഷ്ടപ്പെട്ട് ശേഷം, പ്രഹരിച്ചതിന് ശേഷം, കനത്ത മുഷ്ടിപ്രയോഗം നടത്തിയതിന് ശേഷം സ്വപാദാങ്കുഷ്ഠേന, പാദം എന്ന് പറഞ്ഞാൽ കാല്, സ്വപാദം തൻ്റെ കാലിൻ്റെ അങ്കുഷ്ഠേന, അങ്കുഷ്ഠേന വെച്ചാൽ ശ്രവണപദമൂലെ, അതായത് അവിടുത്തെ കാലിൻ്റെ പെരുവിരലും ഉണ്ട്. എന്താ വെച്ചാൽ കാലിൻ്റെ പെരുവിരലെന്ന് തള്ളവിരൽ എന്നൊക്കെ പറയും. ഭഗവാൻ, അതായത് വരാഹമൂർത്തി ആ കാലങ്ങോട്ട് പൊക്കി. കാലെന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് മൃഗങ്ങൾക്കെല്ലാം മുൻകാലുകൾ 2 കയ്യിൻ്റെ ഒരു പ്രയോഗമായിട്ടാണ് വരിക. കൈ കൊണ്ടടിക്കണത് പോലെയായിട്ടും കണക്കാക്കാം. അതേസമയം നാൽക്കാലികൾക്ക് 4 കാലുകളായിട്ടും കണക്കാക്കാം. ഇവിടെ ഇപ്പോൾ വരാഹമൂർത്തിക്ക് പന്നിയുടെ ആകൃതിയിലാണല്ലോ ഭഗവാന്റെ ഒരു അവതാരത്തിൻ്റെ ആ ഒരു ആകാരം. ആ ആകാരത്തിലെ മുൻകാലിൻ്റെ പെരുവിരൽ എന്ന് പറഞ്ഞാൽ ആ മുൻകാലിൻ്റെ തള്ളവിരൽ ചെകിട്ടത്ത് വരുന്ന വിധത്തിൽ എന്ന് പറഞ്ഞാൽ ചെന്നിക്ക് വരുന്ന, അതാണ് ഇവിടെ പറയുന്ന ശ്രവണപദ പോലെ. ശ്രവിക്കാനുള്ള ഉപകരണം കാത്, ചെവി. ആ ചെവിയുടെ പാദം, ചെവിയുടെ താഴെയായിട്ട്, ശുദ്ധ മലയാളത്തിൽ പറഞ്ഞ കരണക്കുറ്റിക്ക്, ഭഗവാൻ യജ്ഞവരാഹമൂർത്തി കാലിൻ്റെ പെരുവിരൽ ചെന്നിക്ക് കൊള്ളുന്ന വിധത്തിൽ കാരണക്കുറ്റിക്ക് ഒരെണ്ണം കൊടുത്തു.
അസുരൻ്റെ. ഹിരണ്യാക്ഷൻ ആ അടിയങ്കട്ട് കിട്ടിയ വഴിക്കുണ്ടല്ലോ, നന്നായിട്ട് അസലായിട്ട് എല്ലാ ശക്തി എടുത്ത് പ്രയോഗിച്ച് ആഞ്ഞൊരൊറ്റടിയ ഭഗവാൻ മുൻകാലി കൊണ്ട് കരണക്കുറ്റിക്കും. അതായത് സ്വപാദാങ്കുഷ്ടേന എന്ന് പറഞ്ഞാൽ അവിടെ കരാഗ്രേണ എന്നും വേണമെങ്കിൽ പറയാം, കാരണം മുൻകാലുകളെ കൈയായിട്ടും കണക്കാക്കാം. പക്ഷെ ഇവിടെ പാദാങ്കുഷ്ടേന എന്ന് തന്നെയാണ് നാരായണീയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മുൻകാലുകൊണ്ട് അസുരൻ്റെ കരണക്കുറ്റിക്കൊരൊറ്റ വീക്കം അങ്ങോട്ട് വീക്കി. അതങ്ങോട്ട് കഴിഞ്ഞപ്പോൾ വീക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ചക്രം മായയൊക്കെ മാറി നന്നായിട്ട് ഇടിച്ച് പരിക്കേൽപ്പിച്ചിട്ട് ഒരു പരുവാക്കി. അതിനുശേഷം കാലുകൊണ്ട് കരണക്കുറ്റിക്ക് നല്ലൊരു വീക്കി. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ ഒരു അർത്ഥം. ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. ഭവചക്രജ്യോതിഷ്കണലവനിപാദേന വിധുദേ തതോ മായാചക്രേ വിദധഘനരോഷാന്ധമനസം ഗരിഷ്ഠാഭിർമുഷ്ടിപ്രകൃതിഭിരഭിഘ്നമസുരം സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധി. അസുരൻ്റെ മായാപ്രയോഗങ്ങളെയെല്ലാം ഭഗവാന്റെ സുദർശന ചക്രത്തിൽ നിന്ന് വമിക്കുന്ന തീപ്പൊരികൾ നിഷ്പ്രഭമാക്കി നശിപ്പിച്ചു കളഞ്ഞു. ഭഗവാനാകട്ടെ ഹിരണ്യാക്ഷനെ നല്ല കൈ ചുരുട്ടി നല്ല ഘനത്തിൽ വെയിറ്റിട്ടിടിച്ച് ശരീരത്തിനും പീഡനം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മുൻകാലുകൊണ്ട് അസുരൻ്റെ കരണക്കുറ്റിക്കൊരു വീക്ക് കൊടുത്തു. പരിഭാഷയിൽ ഈ വരികൾ എങ്ങനെ പറയുന്നു എന്ന് നോക്കാം. മായകളോ ചക്രാഗ്നിയിൽ ചാമ്പലായി ഭഗവാനേ. അങ്ങയുടെ ആ ചക്രാഗ്നിയിൽ അസുരൻ്റെ മായകളെല്ലാം ചാമ്പലായി എന്നാണ് പറയുന്നത്. മായകളോ ചക്രാഗ്നിയിൽ ചാമ്പലായി ഭഗവാനേ. മായാതീതനാകും ഭവാൻ കോപിഷ്ടനായി. തനിക്ക് നേരെ മായ പ്രയോഗിച്ച അസുരനോട് അങ്ങേറെ കോപിഷ്ടനുമായി. മായാവിയം അസുരനെ കാലിൻ്റെ പെരുവിരലാൽ. മായാവിയായ അസുരനെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് മായാപൂജിതനാം ദേവൻ ആഞ്ഞു തൊഴിച്ചു. ആഞ്ഞ് ഒരൊറ്റ തൊഴിയും കൊടുത്തു എന്നാണ് ഈ ശ്ലോകത്തിൽ സാമാന്യമായിട്ട് പറയുന്ന ഒരു അർത്ഥം. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. 8ാമത്തെ ശ്ലോകമാണ്. മഹാകായ സോയം തവ ചരണപാദപ്രമഥിതോ ഗളദ്രക്തോ വക്രാദപദദൃശഭി ശ്ലാഘിതകതി തദാ ത്വാമുദ്ദാമ പ്രമദപരവിദ്യോധിഹൃദയ മുനീന്ദ്ര സാന്ദ്രാഭിസ്തുതുവി ധനുവന്നദ്വരതനും. മഹാകായ വലിയ ശരീരമാണ്, പെരുത്ത് കൂറ്റൻ തടിയുള്ള ആ ഹിരണ്യാക്ഷൻ അസുരൻ. മഹാകായ സ അയ, പെരുത്ത് വലിയ ശരീരമുള്ള ഹിരണ്യാക്ഷൻ. തവ ചരണപാദ പ്രമഥിത വക്രാത് ഗളദ്രക്ത ആപതത. അങ്ങയുടെ കാൽ കൊണ്ട്, അങ്ങയുടെ ചരണപാദ അങ്ങയുടെ പാദം കൊണ്ടുള്ള ആ പ്രഹരമേറ്റ് എന്തു സംഭവിച്ചു? വായിൽ നിന്ന് ചോര പുറത്തേക്ക് ചാടി. നല്ല അടിയല്ലേ കൊടുത്തേ ഭഗവാൻ, നല്ല ശക്തിയിൽ ആ അടി കൊണ്ട് ചോര കക്കി, വായിൽ നിന്ന് ചോര ഛർദ്ദിച്ചു അസുരൻ. ഋഷിഭി ശ്ലാഘിത കഥ. ഇത് കണ്ട ഋഷിമാർ, മഹർഷിമാർ, സുരന്മാർ, ദേവന്മാരൊക്കെ ആകാശത്ത് ഇങ്ങനെ നിൽക്കുക. ആ മഹർഷിമാരൊക്കെ അപ്പോൾ ആ ദുഷ്ട നിഗ്രഹത്തെ, ഇതോടുകൂടി അസുരൻ്റെ പണി കഴിഞ്ഞു. ഒരൊറ്റ അടി കിട്ടിയോടുകൂടി ചോര ഛർദ്ദിച്ച് ഹിരണ്യാക്ഷൻ അങ്ങോട്ട് മരിച്ചു. അപ്പോൾ ഋഷിമാരൊക്കെ ഭഗവാനെ പുകഴ്ത്തിക്കൊണ്ട് കീർത്തനങ്ങൾ പാടാൻ തുടങ്ങി. തഥാത്വം ഉദ്വാമ പ്രമദഭരവിദ്യോതിഹൃദയ മുനീന്ദ്ര. ആ അവസരത്തിൽ അങ്ങയെ
തടവില്ലാത്ത വിധത്തിൽ, ഒരു ഇല്ലാത്ത വിധത്തിൽ കനത്ത സന്തോഷത്തിൽ മഹർഷി ശ്രേഷ്ഠന്മാരൊക്കെ സ്തുതിക്കാൻ ആരംഭിച്ചു. ഒരു അമാന്തം ഉണ്ടായില്ല, ഒട്ടും മറച്ചു വയ്ക്കലുണ്ടായില്ല. ഭഗവാനോടുള്ള ഭക്തി തുറന്നു കാട്ടും വിധം, പ്രകടിപ്പിക്കും വിധം സ്തുതിക്കാനും തുടങ്ങി. അദ്വരതനും സാന്ദ്രാഭി എന്ന് പറഞ്ഞാൽ സ്തുതിഭി, ഒരു യജ്ഞസ്വരൂപനെ കൽപ്പിച്ച്, അങ്ങ് ഭഗവാൻ യജ്ഞവരാഹമൂർത്തിയാണല്ലോ, ആ യജ്ഞവരാഹമൂർത്തിയെ യജ്ഞസ്വരൂപനാക്കി കൽപ്പിച്ചുകൊണ്ട് ആന്തരാർത്ഥം മുറ്റിയ സ്തുതിഭി, ഒരുപാട് സ്തുതികൾ അവിടെ മഹർഷിമാർ കാഴ്ചവെച്ചു. അനുവൻ സ്തുതിച്ചു. എന്നുവെച്ചാൽ ഹിരണ്യാക്ഷനെ വധിച്ച, ഹിരണ്യാക്ഷവധം നടത്തിയ വരാഹമൂർത്തിയായ ഭഗവാനെ ഋഷിമാരെല്ലാവരും സ്തുതിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. മഹാകായ സോയം തവ ചരണപാദ പ്രമഥിതോ ഗളദ്രക്തോ വക്താദപദ ഋഷിഭീശ്ലാഹിതഗതി തദാ ത്വാമുദ്വാമ പ്രമദഭരവിദ്യോതിഹൃദയ മുനീന്ദ്ര സാന്ദ്രാഭീ സ്തുതിഭീരനുവന്നദ്വരതനും. വളരെ ഭംഗിയായിട്ട് വരാഹമൂർത്തിയെ ഋഷിമാരെല്ലാം സ്തുതിക്കുകയും ഉണ്ടായി. പാദാനുഗ്രഹത്താലോ അസുരനോ ചത്തു വീണു, അസുരൻ അവിടെ ചത്തു വീണു ഒരടി കിട്ടിയപ്പോൾ. പാദപൂജ ചെയ്തു മുനി ജനസഞ്ചയം, ജനസഞ്ചയം, മുനിജനങ്ങളുടെ സഞ്ചയം എന്ന് പറഞ്ഞാൽ മുനിജനങ്ങളുടെ കൂട്ടമായിട്ട് മുനിമാരങ്ങ് ഒരുമിച്ച് കൂടി നിന്ന് പാദപൂജ ചെയ്തു, അവിടുത്തെ പാദങ്ങളെ സ്തുതിച്ചു, പാദപൂജ ചെയ്തു. യജ്ഞസ്വരൂപഭാവേന സഹസ്രങ്ങൾ ചൊല്ലി, ആയിരക്കണക്കിന് സഹസ്രങ്ങളാണ്. കാരണം മഹർഷിമാരുടെ കൂട്ടമാണ് ഭഗവാന്റെ പാദപൂജ ചെയ്യുന്നത്. യജ്ഞവരാഹമൂർത്തിയോ സംപ്രീതനായി, മുനിമാരൊക്കെ ഇങ്ങനെ കൂട്ടമായിട്ട് തന്നെ സ്തുതിക്കണ കണ്ടപ്പോൾ ആ വരാഹമൂർത്തി വളരെ സന്തുഷ്ടനായി, സംപ്രീതനായി എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. തോപി ചന്ദോരോമസ്വപി കശഗണശ്ചക്ഷുജീകൃതം ചതുർഹോദാരോഘ്രൗ സൃഗപി വദനേ ചോദരായിടാം ഗ്രഹാജിഹ്വായാം തേ പരപുരുഷ കർണേ ച ചമസ വിഭോ സോമവീര്യം വരദ ഗളദേശേപ്യുപസദ അഭി, ഗളദേശേ ഉപസദ അഭി. ഗളം എന്ന് പറഞ്ഞാൽ കണ്ഠദേശത്ത്. ഇവിടെ പറയുന്നത് നോക്കാം, പരപുരുഷ തേ തുജിച്ഛന്ത, അല്ലേ, പുരുഷോത്തമ മഹാവിഷ്ണു വിഭോ, അങ്ങയുടെ ത്വക്കിൻ്റെ സ്ഥാനത്ത്, ആ യജ്ഞവരാഹമൂർത്തിയുടെ ത്വക്കിൻ്റെ സ്ഥാനത്ത് ഗായത്രി മുതലായ ഛന്ദസ്സുകളാണ്. യജ്ഞവരാഹമൂർത്തിക്ക് വലിയ ആകാരമാണ്, വലിയ ശരീരമാണ്, വലിയ വപുസാണ്, പന്നിയുടെ ആകാരമാണ്. അങ്ങയുടെ ശരീരത്തിൻ്റെ, ആ വരാഹമൂർത്തിയുടെ ശരീരത്തിൻ്റെ ത്വക്ക് എന്ന് പറയുന്നത് ഗായത്രി മന്ത്രത്തിൻ്റെ ഛന്ദസ്സാണെന്ന് വെച്ചാൽ കാതലാണ്. രോമങ്ങളുടെ സ്ഥാനത്ത് വേണ്ടുവോളം ദർഭപ്പുല്ല, രോമങ്ങൾ ഈ ശരീരത്തിൽ മുഴുവൻ, പന്നിയുടെ ശരീരം മുഴുവൻ രോമങ്ങളില്ലേ, അതുപോലെ വരാഹമൂർത്തിയുടെ ശരീരം മുഴുവനും രോമമുണ്ട്. രോമസു കുശഗണ അഭി, കുശഗണ ദർഭപ്പുല്ലുകളുടെ കൂട്ടമാണ് അവിടുത്തെ ശരീരത്തിലെ രോമങ്ങൾ. ചക്ഷുഷീകൃതം, ഇനി കണ്ണുകൾ, ചക്ഷുസ് എന്ന് പറഞ്ഞാൽ കണ്ണ്, ചക്ഷുസി, ആ കണ്ണുകളുടെ സ്ഥാനത്താകട്ടെ ഘൃതം എന്ന് പറഞ്ഞാൽ അജ്യം, അതായത് നെയ്യ്. ഘൃതം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ, വൈദ്യശാലകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ഓരോ ഘൃതം എന്ന് പറഞ്ഞാൽ നെയ്യ്, ജപിച്ച നെയ്യ്, പല മരുന്നുകളൊക്കെ ഇട്ട് കാച്ചിയ നെയ്യുകളൊക്കെ എന്ന പോലെ ഈ വരാഹമൂർത്തിയുടെ കണ്ണുകൾ എന്ന് പറയുന്നത് നെയ്യാണ്,
അടുത്തതായിട്ട് ആംക്രൗ ചതുർഹോദാര. അംക്രൗ എന്ന് പറഞ്ഞാൽ ഇത് കാലുകൾ, 4 കാലുകളുണ്ട്. 2 മുൻകൈയും 2 പിൻകാലുമാണ്. അതായത് 4 കാലുകൾ, നാൽക്കാലിയാണ് ഭഗവാൻ. വരാഹരൂപി നാൽക്കാലിയാണ്. ആ 4 കാലുകളുടെ സ്ഥാനത്ത് 4 ഹോതാക്കളാണ്. വദനെ ശ്രുകം. കാലുകളുടെ സ്ഥാനത്ത് 4, വായുടെ സ്ഥാനത്ത് ശ്രുവം. ശ്രുവം എന്ന് പറയുന്നത് നീളമുള്ള ചെറിയ ഒരു കുഴിയുള്ള ഒരു തരം തവി. ഈ ഹോമങ്ങൾക്കൊക്കെ നെയ്യ് അങ്ങനെയൊക്കെ ഉള്ളത് എടുത്ത് ഒഴിക്കുന്ന ആ ഒരു ഉപകരണമാണ് ഈ ശ്രുവം എന്ന് പറയുന്നത്. 4 ഹോതാക്കൾ അദ്വര്യ, ഉദ്ഗത്വാവ്, ഹോതാവ്, ബ്രഹ്മൻ. അതായത് ഇതിൻ്റെ ഒരു യജ്ഞം നടക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കുന്നവരെയാണ് ഹോതാവ് എന്ന് പറയുക. യജ്ഞവരാഹമൂർത്തിയുടെ കാലുകൾ എന്ന് പറയുന്നത് 4 ഹോതാക്കളാണ്. പിതൃക്കളും ഒക്കെ ആയിട്ട് ബ്രഹ്മാവ്, പിതൃക്കളുടെ ദേവൻ, മഹാദേവൻ, അവരൊക്കെയാണ് ഹോതാക്കൾ. ഓരോ യാഗത്തിൻ്റെയും ഹോതാക്കൾ അവരാണ്. പിന്നെ വായുടെ സ്ഥാനത്താണ് ശ്രുകം. വദനെ ശ്രുഗപി എന്ന് പറഞ്ഞാൽ, വദനം എന്ന് പറഞ്ഞാൽ ഇവിടെ വായ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ശ്രുവം എന്ന് പറയുന്ന ആ ഉപകരണമാണ്. ഉദരേ ഇടാച്ച. ഉദരം എന്ന് വെച്ചാൽ വയറിൻ്റെ സ്ഥാനത്ത് ഇട എന്ന പുരോടാശപാത്രം. പുരോടാശപാത്രം എന്ന് പറയുന്നത് ഈ ശ്രാദ്ധാദി കാര്യങ്ങൾക്കൊക്കെ കവ്യമുണ്ടാക്കുന്ന വലിയ ഒരു പാത്രമുണ്ട്. അതായത് ഷുഡേശാത്ര പാത്രം എന്നാണ് പറയുക. ഇത് പുരോടാശം ഹവിസ് എന്ന് പറയും ആ നിവേദ്യത്തിന്. ക്ഷേത്രത്തിൽ ഉത്സവമൊക്കെ നടക്കുമ്പോൾ ഹവിസ് ഉണ്ടാക്കുന്ന നേദ്യത്തിന് പറയുന്നത് ഹവിസ് എന്നാണ്. ആ ഹവിസ് ഉണ്ടാക്കുന്ന ആ പാത്രത്തിനാണ് പുരോടാശം എന്ന് പറയുന്നത്. ഈ പുരോടാശമാണ് യജ്ഞവരാഹമൂർത്തിയുടെ വയറ്. ഹേ വിഭോ കർണേ ചമസാച്ച. ചെവികളുടെ സ്ഥാനത്ത് ചമസങ്ങളാണ്. ഈ ചമസങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ ഹൂതശേഷം എടുത്തു വയ്ക്കുന്ന പാത്രം. അതായത് ഈ ഹവിസൊക്കെ പിതൃക്കൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു യജ്ഞത്തിൽ ശ്രാദ്ധാദികളിൽ എടുത്തു വയ്ക്കുന്ന പാത്രത്തിനാണ് ചമസം എന്ന് പറയുന്നത്. വച്ച പാത്രം അങ്ങനെ തന്നെയല്ല നിവേദ്യത്തിന് കൊണ്ടുപോകുക. അതിൽ നിന്ന് വച്ച പാത്രം, ഹവിസ് ഉണ്ടാക്കുന്ന പാത്രമാണ് പുരോടാശം. അതിൽ നിന്ന് കുറച്ച് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കും. ആ പകർത്തി വയ്ക്കുന്ന പാത്രമാണ് ചമസം എന്ന് പറയുന്നത്. ഈ ഭാഗവത ശൈലി പിന്നീട് അവിടെ വരുന്നത്, അല്ലയോ വരദാതാവേ. വിഷ്ണു എന്ന് പറഞ്ഞാൽ വരദ, ഭഗവാനെ വരദ എന്ന് വിളിച്ചാൽ വരങ്ങൾ ധാരാളമായിട്ട് തരുന്ന ആളാണ് വരദൻ, വരദാതാവ്, വിഭോ എന്നൊക്കെ പറയും. വരദത്തെ ഗളദേശേ ഉപസദാഭി. അല്ലയോ വരദാതാവേ, അങ്ങയുടെ ഈ കണ്ടപ്രദേശത്തിങ്കൽ ഉപസത്തുക്കൾ എന്ന ഇഷ്ടവിശേഷങ്ങളും ഭവിക്കുന്നു. അങ്ങയുടെ കണ്ഠദേശം, ആരുടെ വരാഹമൂർത്തിയുടെ കണ്ഠദേശം എന്ന് പറയുന്നത് ഉപസത്തുക്കൾ വസിക്കുന്ന ഒരു ഇഷ്ടിവിശേഷങ്ങളും ഭവിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഈ യജ്ഞവരാഹമൂർത്തി എന്ന് പറയുന്ന ആ ആകാരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളും അവയവങ്ങളും വളരെ 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 പവിത്രമായിട്ടുള്ള ഭഗവാന്റെ അവയവങ്ങൾ തന്നെയാണെന്നാണ് ഈ ശ്ലോകത്തിൽ വിസ്തരിക്കുന്നത്. അതായത് പുരുഷോത്തമ, അങ്ങയുടെ ത്വക്കിൻ്റെ സ്ഥാനത്ത് ഗായത്രിയുടെ ഛന്ദസ്സാണ്. രോമങ്ങളുടെ സ്ഥാനത്ത് ദർഭപ്പുല്ലുകളാണ്. കണ്ണിൻ്റെ സ്ഥാനത്ത് നെയ്യാണ്. കാലുകളുടെ സ്ഥാനത്ത് 4 ഹോതാക്കളാണ്. ഉദരത്തിൻ്റെ ഭാഗത്ത് പുരോടാശപാത്രമാണ്. നാവിൻ്റെ സ്ഥാനത്ത് സോമരസപാത്രങ്ങളാണ്. സോമരസം എന്ന് പറയുന്നത് യാഗങ്ങളിലേക്ക് ഉപയോഗിക്കുന്ന അത്യപൂർവമായ ഒരു സസ്യത്തിൻ്റെ ഇടിച്ച് പിഴിഞ്ഞെടുത്ത നീരാണ് സോമരസം. അത് യാഗത്തിന് കൂടിയേ കഴിയും. സോമരസമാണ്. ചെവികളുടെ സ്ഥാനത്ത് സമസങ്ങളാണ്. ചമസം എന്ന് പറയുന്നത് ഹവിസ് ഉണ്ടാക്കുന്ന പാത്രത്തിൽ നിന്നും പകർത്തി വയ്ക്കുന്ന പാത്രമാണ്. അങ്ങയുടെ കാതുകൾ, ചെവികൾ ചമസ് ഉണ്ടാക്കുന്ന പാത്രമാണ്
പുരുളാസം. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. പുരാണങ്ങളിൽ പറയുന്ന പല പദങ്ങളും നമുക്ക് പരിചയമില്ല, പക്ഷേ ഈ ശ്ലോകങ്ങളിലൂടെ നമുക്ക് അവ പരിചയപ്പെടാൻ പറ്റും. ഈ ശ്ലോകം ഇതെല്ലാം ആ യജ്ഞവരാഹമൂർത്തിയുടെ ആകാരത്തെ, വപുസിനെ എത്രയും പവിത്രമായ ഭഗവാന്റെ അവയവങ്ങളാണെന്ന് പറഞ്ഞു തരുന്ന ഒരു ശ്ലോകമാണ്. ഒന്ന് വായിക്കുകയാണ്. ത്വബിചന്ദോരോമസ്വവികുശഗണചക്ഷുഷീകൃതം ചതുർഹോദാരോക്രൗ സൃഗഭിവദനെ ചോദരായിടാം ഗൃഹാജിഹ്വായാം തേ പരപുരുഷ കർണേ ച ചമസാം വിഭോ സോമോ വീര്യം വരദ ഗളദേശൂപസദാം. ഈ ശ്ലോകത്തിൻ്റെ പരിഭാഷാ രൂപത്തിൽ വരുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാകുന്ന വിധത്തിൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഞാനതൊന്ന് വായിക്കാം. പുരുഷോത്തമനാകും നിന്റെ കണ്ണ ത്വക്കാകട്ടെ ഗായത്രിയും. പുരുഷോത്തമനായ ഭഗവാനെ, അങ്ങയുടെ ത്വക്ക് ഗായത്രിയാകട്ടെ, ഗായത്രിയാണ്. രോമങ്ങളോ ദർഭപ്പുല്ലും കണ്ണു ആജ്യവും. രോമങ്ങളൊക്കെ ദർഭപ്പുല്ലാണ്, കണ്ണ് ആജ്യമാണ്. ആജ്യം എന്ന് പറഞ്ഞാൽ നെയ്യാണ്. പാദങ്ങളോ ഹോതാക്കളും ചെവികളോ ചമാസങ്ങൾ വായാശ്രുവം നാവോ സോമരസപാത്രങ്ങൾ. അങ്ങയുടെ ശരീരം മുഴുവൻ ഭഗവാന്റെ അവയവങ്ങൾ തന്നെയാണ്. അടുത്തത് ഈ ദശകത്തിലെ ലാസ്റ്റ് ശ്ലോകമാണ്, 10ാമത്തെ ശ്ലോകമാണ്. മുനീന്ദ്രൈരിത്യാദിസ്തവനമുഖരൈർമോദിതമന മഹീയസ്യ മൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ സ്വദേഷ്ണം സംപ്രാപ്ത സുഖരസവികാരീ മധുരിപോ നിരുന്ധ്യാരോഗം മേ സകലമഭിവാതാലയപദേ. അതായത് ഇത്യാദി സ്തവനമുഖരൈ മുനീന്ദ്രൈരിത്യാദി സ്തവനമുഖരൈർ മോദിതമന. ഇപ്രകാരമെല്ലാമുള്ള, അതായത് ഈ വിധത്തിൽ ഓരോരോ അവയവങ്ങളെയും മഹർഷിമാരിങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് സ്തുതിച്ച് വാഴ്ത്തുകയാണ്. അതെല്ലാം കേട്ട് ഇപ്രകാരമെല്ലാമുള്ള സ്തുതിവചനങ്ങൾ മുഴക്കുന്ന മഹർഷി ശ്രേഷ്ഠന്മാരാൽ ആഹ്ലാദിക്കപ്പെട്ട മനസ്സോടുകൂടി, മോദിത മനസ്സ് മോദിത ആഹ്ലാദം കൊണ്ട് നിറഞ്ഞ മനസ്സോടെ മഹീയസ്യ മൂർത്തിയ വിമലതരകീർത്തിയ ച വിലസൻ. വളരെ വലുതായ ശരീരത്തോട്, മഹീയസ്യ മൂർത്തിയ വളരെ വലുതായ ശരീരത്തോടും അതിവിശുദ്ധമായ യശസ്സോടും, അതേറ്റേ മുഖവും കണ്ണും എല്ലാം കൂടി അങ്ങേ അറ്റത്തൊരു ശ്രേയസ്സും കൂടി വിളങ്ങിക്കൊണ്ടിരിക്കുന്നവനായ ആ വരാഹമൂർത്തിയായ അങ്ങ് സുതീഷ്ണം സംപ്രാപ്ത സുഖരസവികാരി. സ്വസ്ഥാനമായ സുതീഷ്ണം, തൻ്റേതായ സംപ്രാപ്ത, എവിടെ സുതീഷ്ണം എന്ന് പറയുന്നത് തൻ്റെ ആവാസ സ്ഥലമായ, തൻ്റെ ഭവനമായ മഹാവിഷ്ണുവിൻ്റെ ഭവനം. ഇപ്പം അവതാരകൃത്യം കഴിഞ്ഞു, ഹിരണ്യാക്ഷനെ അങ്ങോട്ട് കൊതിച്ചു. ഇനിയിപ്പോൾ ഈ മൂർത്തിക്ക്, വരാഹമൂർത്തിക്ക് ഇവിടെ നിൽക്കണ്ട, ഭൂമിദേവി തൻ്റെ ഭാര്യയെ കൊണ്ടുപോവാം, സ്വന്തം ഭവനത്തിലേക്ക് പോകാം. ഭവനം അതാണ് സുതീഷ്ണം, വൈകുണ്ഠദേശമാണ്. വൈകുണ്ഠത്തിലേക്ക് സംപ്രാപ്ത, അവിടേക്ക് ചെന്ന് പ്രാപിച്ചു. സുഖരസവികാരി, പരമാനന്ദത്തോടെ അങ്ങോട്ട് അവിടെ താമസം തുടങ്ങി. എന്നുവെച്ചാൽ ഭൂമിദേവിയെ സ്വതന്ത്രയാക്കി സ്വന്തം ഭവനത്തിൽ കൊണ്ടുപോയി. മധുരിപോ വാതാലയപതി, സാക്ഷാൽ മധുസൂദനൻ തന്നെയായ ഗുരുവായൂരപ്പ. മധുരിപോ എന്ന് പറഞ്ഞ മധുസൂദന ഗുരുവായൂരപ്പ. മേ സകലമഭിരോഗം നിരുന്ധ്യ, എൻ്റെ സമസ്ത രോഗങ്ങളും മാറ്റി തരണേ. ഭക്തകവിക്ക് ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, എൻ്റെ രോഗം മാറ്റി തരണേ. എൻ്റെ എല്ലാ കാര്യം ഭഗവാന്റെ അങ്ങോട്ട് വിസ്തരിച്ച് പറയും, പുകഴ്ത്തും. ഒക്കെ കഴിഞ്ഞിട്ട് അവസാനമാകുമ്പോൾ ഒരപേക്ഷ, എൻ്റെ രോഗം മാറ്റി തരണേ. ഇവിടെയും പറയണത് തന്നെ, മേ സകലം അഭി, എൻ്റെ എല്ലാവിധ രോഗങ്ങളും, മേ സകലം അഭിരോഗം നിരുന്ധ്യ, എൻ്റെ എല്ലാവിധത്തിലുള്ള രോഗങ്ങൾ. എനിക്ക് പല പല രോഗങ്ങളൊക്കെ ഉണ്ട്, പ്രധാനമായിട്ട് വായുരോഗം എന്നുള്ളൂ. പിന്നെ ഉണ്ട് വേറെ ഒരു കൂട്ടമൊക്കെ. അതെല്ലാം സകലം
അതാണ് പറഞ്ഞത്, മേ സകലം അഭിരോഗം, എൻ്റെ എല്ലാവിധത്തിലുള്ള രോഗങ്ങളും മാറ്റിത്തരണേ എന്ന പ്രാർത്ഥനയോടെ ഈ ദശകം അവസാനിപ്പിക്കുകയാണ്. ഈ ശ്ലോകത്തിൻ്റെ കൂടി പരിഭാഷ നമുക്ക് നോക്കാം. ഉദരം പുരോടാശപാത്രം രേതസ് സോമരസം കഴുത്തോ ഉപസത്തുക്കൾ എന്നു സ്തുതിച്ചു. വരാഹമൂർത്തി മുനിമാർ സ്തുതിക്കുന്നതിൻ്റെ സാരമാണ്. അങ്ങയുടെ ഉദം പുരോടാശപാത്രമാണ്, രേതസ്സാണ് സോമരസം, കഴുത്താണെങ്കിൽ ഉപസത്തുക്കളാണ് എന്നൊക്കെ സ്തുതിച്ചു. മധുസൂദനായിട്ടു വിളങ്ങുന്ന ഭവാനേശ, മധുസൂദനായിട്ട് വിളങ്ങുന്ന അല്ലയോ ഗുരുവായൂരപ്പ, മമാരോഗം നിശേഷമായി മാറ്റി തരണേ. മമാരോഗം, എൻ്റെ രോഗം, മമാരോഗം നിശേഷമായി മാറ്റിത്തരണേ. എൻ്റെ രോഗങ്ങളെല്ലാം മുഴുവനായിട്ട് മാറ്റി തരണേ എൻ്റെ ഗുരുവായൂരപ്പ. അപ്പോൾ ഇന്ന് പറഞ്ഞ ഗുരുവായൂരപ്പനെ കുറിച്ച് ആ നാരായണീയത്തിന് വേണ്ടി ഇന്ന് പറഞ്ഞ എല്ലാ പദങ്ങളും ഞാൻ നിങ്ങളോടൊപ്പം ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും, കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. പുസ്തകം കൂടെ നിവർത്തി വെച്ച് ഒരു 4 പ്രാവശ്യമെങ്കിലും ഈ പാഠഭാഗങ്ങൾ ഒന്ന് കേൾക്കണേ, ശ്രദ്ധിക്കണേ. നാരായണീയം ഒന്ന് മനസ്സിലാക്കാത്ത, ചെറിയ തോതിലെങ്കിലും ഒന്ന് മനസ്സിലാക്കാത്തതായിട്ട് ആരും ഉണ്ടാവല്ലേ. എല്ലാവരും മനസ്സിലാക്കണേ. ആയുരാരോഗ്യ സൗഖ്യമാണ് അതിന് പ്രതിഫലം. നമുക്ക് വേണ്ടേ ആരോഗ്യം? ആയുരാരോഗ്യം വേണമെങ്കിൽ നാരായണീയം വേണം, ഗുരുവായൂരപ്പൻ വേണം, ഭക്തകവി വേണം. എല്ലാവർക്കും നന്ദി. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി. പറയൂ മറ്റുള്ളവരോട് നാരായണീയം പഠിക്കാൻ.